ഈദ് മുബാറക്. എവിടം വരെ എല്ലാവരുടെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ. അപ്പോൾ ഇതാ പള്ളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേ ആദ്യം കുറച്ച് മധുരം കഴിക്കണമല്ലോ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ഞാൻ നമ്മുടെ കലത്തപ്പോട്ട ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 മണിക്കൂറോളം കുതിർത്തിട്ട് എന്നിട്ട് നേരെ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു 2 ഏലക്ക, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ചോറും ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അടിച്ചിട്ട് ഒരു പാത്രത്തിൽ കുഴിച്ച് വെച്ച് കൊടുത്ത്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 200 ഗ്രാമോളം ശർക്കരയായിട്ടാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഉരുക്കിയെടുത്ത്. ഈ 200 ഗ്രാം ശർക്കര എന്നൊക്കെ പറയുമ്പോഴേ ഒരു നേരെ മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല മധുരം വേണമെങ്കിൽ ശർക്കര അനുസരിച്ചിട്ട് കൂട്ടിയെടുത്തോളൂ കേട്ടോ. ഈ ശർക്കര നന്നായിട്ട് ഉരുക്കി വരുമ്പോഴല്ല നല്ല ചൂടോടുകൂടി തന്നെ ഇനി അങ്ങോട്ട് അരിച്ചിട്ട് നമ്മളുടെ ഈ ഒരു അരിമാവിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ശർക്കരപ്പാൻ ഇങ്ങനെ ഒഴിക്കും തോറും നമ്മുടെ അരിമാവ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 2 പിഞ്ചോളം സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി ഒരു പാനിലുണ്ടല്ലോ 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടേ ചെറുതാക്കി അരിഞ്ഞ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ നല്ല ചുമക്കനെ അങ്ങോട്ട് വറുത്തിട്ട് മാറ്റി വെച്ച് കൊടുക്കണം. ഇനി ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒരു കുക്കറിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു വെയിറ്റ് ഇടാണ്ട് വേണട്ടോ ഇത് അടച്ചു വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ 1.5 മിനിറ്റ്, അതിനുശേഷം നേരെ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. ഒരു 15 മിനിറ്റ് ഇട്ടാ. അതിനുശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്നാൽ മതിയിട്ടാ. ഇതിൻ്റെ ചൂടുണ്ടല്ലോ നന്നായിട്ട് പോയതിന് ശേഷം മാത്രം കുക്കറിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതിയിട്ടാ. ഇത് ഞാനിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നമ്മുടെ കലത്തപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ എന്തായാലും കലത്തപ്പം